ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ മൗണ്ടൈനർ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുന്നത് കട്ടപ്പന അടുത്ത് തന്നെ ഒരു പ്ലേസാണ്. മേട്ടുക്കുഴി എന്നാണ് ആ ഒരു പ്ലേസിൻ്റെ പേര്. അപ്പോൾ ഞാൻ മാത്രമല്ല പോകുന്നത്, എൻ്റെ കൂടെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഓഫീസിലൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് രാജേഷ്, ഇത് അരുൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് നമുക്ക് കാണാം. ഓക്കെ. നമുക്ക് അങ്ങോട്ട് പറ്റും. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ പെട്രോളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വഴി വെച്ചപ്പോൾ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതൊക്കെ എൻ്റെ ഒപ്പം പറഞ്ഞു, എന്നാ ഞാനും വരാം. ഞങ്ങൾ ചോദിച്ചു വരുന്നുണ്ടെന്ന് ചോദിച്ചു, പറഞ്ഞു ആ ഉണ്ട്, എന്നാ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് വന്നു. എവിടെ ഇരിപ്പുണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ഇപ്പൊ കട്ടപ്പനയിലെ ITA എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ചെറിയൊരു റൈഡ് ആണെങ്കിൽ പോലും ഈവനിങ് ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിലാണ് ഇങ്ങനെയുള്ള ടൈമുകൾ നമ്മൾ കണ്ടെത്തി പോകുന്നത്. ഇതാണ് ഇവിടുത്തെ വഴികൾ. പോകുന്ന വഴിക്ക് കണ്ടോ ഇത്രയും വലിയൊരു പാറ. എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പർ അല്ലേ? ഇതുവഴിയാണ് നമ്മള് ഇപ്പൊ കയറി പോകാൻ പോകുന്നത്. അപ്പൊ അവര് പതുക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഏലത്തോട്ടമാണ്. ഓരോരുത്തർ കൃഷിയൊക്കെ ചെയ്ത്. പിന്നെ ഇവിടെ ടാങ്കൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് വേനൽക്കാലം ആകുന്ന നേരത്ത് ഈ ഏലത്തിനൊക്കെ വെള്ളം ഒഴിക്കാനും ഇതിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം ചെടിയാണ്. കയറിക്കൊണ്ട് ഒരു ഇച്ചിരി പാടാണ്. നമുക്കല്ല കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ ദേഹത്തൊക്കെ ചെലുതെടുക്കുന്നത് വിഷയമുള്ളൂ. കാരണം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വെള്ളക്കെട്ടാണ് ഈ കാണുന്നതൊക്കെ. വാവ്, എന്ത് നൈസ് അല്ലേ കാണാനിത്. കൊള്ളാം. താഴെ വലിയ കുഴിയാണ്. ഇവിടെ വരുന്നവര് സൂക്ഷിച്ചിട്ടൊക്കെ വരിക.
അപ്പൊ നമ്മുടെ കൂട്ടുകാർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ഓക്കെ. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇതുവഴി വണ്ടി ഓടിച്ച് പോകാന്നുള്ളത്. കാരണം നമുക്ക് ഇതിന്റെ മുഖം മൂലം ഒന്നും അറിയില്ല. കഴിഞ്ഞൊരു 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. view കാണാൻ വന്നതാണ്. ചേട്ടാ അങ്ങോട്ടേക്ക് വണ്ടി. നമ്മള് യാത്ര ചെയ്യുന്നു. അപ്പൊ പിന്നെയുള്ളത് കുഞ്ഞൻ ഇടവഴികളാണ്. അപ്പൊ അതുവഴിയാണ് മൊത്തം. അപ്പൊ ഗൈസ് നമ്മളിപ്പിനി അതിന്റെ അടുത്ത് എത്താറായിരിക്കുന്നു. കുറച്ച് ടാസ്ക് ആണ് ഈ വഴികളൊക്കെ. കാരണം മുമ്പത്തേന്റെ അത്ര എളുപ്പമല്ല ഈ വഴി. കാരണം ഒരുപാട് കുറെ കല്ലുകളുണ്ട്. ഇവിടുത്തെ ഓരോ കല്ലുകൾ നോക്കുമ്പോൾ പറയും ഓരോ വണ്ടിയുടെ എൻജിൻ ഭാഗം ഇടിച്ചേക്കുന്നതും ചേസ് അടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇനി അവരെല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതിന്റെ താഴേക്ക് നല്ല വലിയ കുഴിയാ, വലിയ പാറ കെട്ടുകളും കാണുന്നത് കണ്ടില്ലേ. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നു ചേർന്നിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ വന്നു. അത്യാവശ്യം ചെറിയ ചെറിയ കാറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീൽഡ് മൊത്തം പിടിച്ച് മൊത്തം അത്യാവശ്യം ചെളിയായിട്ടുണ്ട്. അഡ്വഞ്ചർ. അപ്പം ഈ ഒരു ഭാഗം മാത്രമല്ല, നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാൻ പോകുന്നതാണ്. അവിടെയൊക്കെ പോയി നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, വരുന്നവര് സൂക്ഷ്യം കണ്ടൊക്കെ മാത്രം വരിക. ഒറ്റയ്ക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരല്ലേ. എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങൾ കാണാം. നൈസ് വൈബ് അല്ലേ? എന്ത് പൊളിയാണല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമുക്കിപ്പോ ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഈ സ്ഥലത്തിലെ ഒരു വെളിച്ചം. സൂര്യാസ്തമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ല വൈബാണ് ഇവിടെ. പിന്നെ താഴേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. കടമാക്കുഴി നരിയമ്പാറ ഭാഗമാണ് ആ കാണുന്നതൊക്കെ. നല്ല രസമുണ്ടല്ലേ കാണാന്, അല്ലേ? എങ്ങനെയുണ്ട് രാശൊക്കെ? നല്ല വൈബായിട്ടുണ്ട്. അരിച്ചടേ എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ കുറെ ഭാഗങ്ങളും കൂടെ ഇനി കാണാനുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കമോൺ. ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് മൊത്തം സീനായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ പാമ്പ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. സ്വന്തം റിസ്കിൽ വരിക. ഓക്കെ. അയ്യോ, അപ്പൊ ഗായ്സ്, അങ്ങനെ ഒരുവിധം ഇതിന്റെ ഏകദേശം ഒരു ആ ഒരു പാറയുടെ മണ്ട കയറിയില്ലെങ്കിലും ഇവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ട്.
അതിന്റെ മണ്ടയിൽ നമ്മുടെ ഫ്രണ്ട് ഇപ്പുണ്ട്. പിന്നെ ഇത് നല്ല ഈ പുല്ലൊക്കെ ആയതുകൊണ്ട് കയറി വരെ ഭയങ്കര പാടാണ്. അപ്പം അതിന്റെ ഒരു ചെറിയൊരു വിഷയമുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെ നോക്കിയും കണ്ടൊക്കെ നടത്തണം, കാരണം മൊത്തം പാറ ഇടുക്കുകളാണ്. ഇതിന്റെ ഉള്ളിലൊന്നും കാര്യങ്ങളൊന്നും പോകരുത്. അപ്പം നോക്കിയും കണ്ടൊക്കെ നടക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഇറങ്ങാന്ന് പറയാൻ നേരത്ത് ഒരു കൂട്ടുകാരൻ ഒരു അബദ്ധം വെച്ച് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കോ, കണ്ടോ, ഇറങ്ങാൻ അറിയാതെ അവിടെ പെട്ട് നിൽക്കുകയാണ് ഇപ്പം. എങ്ങനെയാ കയറിയത്? അതുവഴി തന്നെ ഇറങ്ങിക്കോ. വൈബ് ഇച്ചിരി കൂടുതലുള്ള ഒരു വ്യക്തിയാണത്. അതുകൊണ്ടാണ് അതിന്റെ മണ്ടേ കയറി പോയി നിന്നിട്ട് അങ്ങനെ ഒരു വ്യൂ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇറങ്ങാൻ നോക്കാം. വാ. അപ്പൊ ഓക്കെ, പതുക്കെ ഇറങ്ങാം.